സത്യം ഞാൻ ചോദിച്ചു. ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്, കരയിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഫ്രീക്ക് ആയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്, എന്താ പറയുക കുറച്ച് സ്റ്റൈലായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്, സൈക്കോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ വെച്ച് നമ്മൾ ചെയ്തിച്ച കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുണ്ടാകുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവർ ചെയ്യുമ്പോൾ ചാക്കോച്ചനൊക്കെ ഒരുപാട് കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻട്രോവേർട്ട് അല്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്ന ചാക്കോച്ചനോട് ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ടിപ്സ് അഭിനയിക്കാൻ മലയാളത്തിൽ പറ. അല്ലാണ്ട് ചോദ്യം ചോദിക്കുമ്പോ എന്നോട് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവിടെ മാത്രം ക്ലിയർ ചെയ്താൽ. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് എല്ലാത്തിലും മാറി നിന്ന് അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവർ പറയുന്ന മാത്രം കേട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും പ്രകടിപ്പിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിന്റെ അഭിനയം കണ്ടു കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോയി പോകുന്നു. അതാ നല്ല ചോദ്യം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരായി, അല്ല ചെയ്യിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആരാ, അതല്ല. അല്ലാതെ എനിക്കൊരു സ്വഭാവമുണ്ട്, അത് ചില വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇച്ചിരി പരിചയക്കുറവുള്ളൊരു ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഒരു കൊച്ചായിക്കോട്ടെ, ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തിരിവോ മറവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് തെറ്റും ഇതൊക്കെ വരുവാണ്. ഇപ്പം ഈ നൈസിൽ വിളിക്കും, നൈസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പോലെ ഇങ്ങനെ എടുക്കണ്ട, കൈ വിടുന്ന എടുക്കണ്ട, അത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നില്ല. പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ടർക്ക് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് പോയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്യും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒന്നും ആരും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ കണ്ട വാഴയിൽ പിള്ളേർ സെറ്റ് ഇറങ്ങിയങ്ങനെയുള്ള നടന്മാരാ, മോഹൻലാൽ സാറ്, മമ്മൂട്ടിക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്ന സാറന്മാർ ഞങ്ങളൊക്കെ ഇപ്പൊ ചെറുകിടക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി. അപ്പോൾ അവരൊന്നുമല്ല, അവരും ഇപ്പം സിനിമയെന്ന് പറഞ്ഞാൽ 4 പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ. എല്ലാ സൈഡിലും പിള്ളേർ സെറ്റായി, ക്യാമറയായി, ഡയറക്ഷനായി, ഒക്കെ അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതൊരു കഥ പറ, അദ്ദേഹം സിനിമ എടുക്കും. നല്ല പിള്ളേരാണെങ്കിൽ ഇപ്പോൾ വാഴ കളിക്കുന്നു അങ്ങനെ. അതുപോലെ ഇതും നിങ്ങൾ കളിച്ചു വരുമ്പോഴത്തേക്കും നല്ലൊരു സിനിമയാവും. വിഷുവിന് ഒരു കൈനീട്ടമായിട്ട് 2 പേരും കൂടെ കൂടി തരും ഞങ്ങളായിട്ട് വെച്ച്. എന്താ അവിടെ നിന്ന് യാതൊരു സഞ്ജയനോട് എനിക്ക് ചുരുളിക്കാനുണ്ടായിരുന്നു. അതൊരു എക്സ്ട്രീം ലെവലിലൊരു കഥാപാത്രം, ഒരു മനുഷ്യന്റെ എല്ലാവരും എന്താ പറയാ സങ്കടങ്ങളും ദേഷ്യങ്ങളും വേറൊരു മനുഷ്യന്റെ വേറൊരു രൂപമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനത്തെ ഒരു കഥാപാത്രം കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് പേഴ്സണലായിട്ട് നോക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രം അത് ഞാൻ പറഞ്ഞില്ലേ ഇതിനെ കുറിച്ച്. ഞാൻ ഇദ്ദേഹത്തിന്റെ സൈന്യമായിട്ട് വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾ കണ്ടൊരു കോമ്പോ അതിന് ഞാനൊന്നും അഭിനയിച്ചൊന്നുമില്ല. ഒന്നിച്ചു ഞാനും സൈന്യൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാനും ഇദ്ദേഹവും ശരണ്യയും പിന്നെ ദിലീഷ് സാറ്, ചിദംബരം, അത്രയും വരാം. സജിൻ മാത്രം നമ്മൾ തമ്മിൽ ഇല്ല 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 ഇല്ല. ഒരു തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്ത് ഉണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ അതാണ് ദുരൂഹം. അതെന്താണ് പുള്ളി അവിടെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞത്, ഞാൻ ഇപ്പുറത്തും നിൽപ്പുണ്ട്, എതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അവിടെ ദുരൂഹതയാണ്. ആ ദുരൂഹമാണ് നമ്മളുടെ സിനിമ. ദുരൂഹ സാഹചര്യം എന്ന് പറഞ്ഞു അകത്തേക്ക് പോയി ദുരൂഹയോ ആ ദുരൂഹ സാഹചര്യം. ഓക്കെ സാർ ചോദിച്ചോളൂ, അത് ചോദിച്ചോളൂ. ദുരൂഹ സാഹചര്യം റൊമാൻറ്റിക്കായിട്ടോ എനിക്കിപ്പോൾ ഇരിക്കുന്നത് അതുപോലെ കാണാനാണ് ഇഷ്ടം കേട്ടോ. ഇപ്പോഴേ ഇരിക്കുന്നതല്ല, അതായത് എന്തിനാ ഒരാളെ ദുഃഖത്തിലിരിക്കുന്നതും സീരിയസ് ഇരിക്കുന്നതും ഇല്ലെന്നേ. മനുഷ്യരായിട്ടൊന്ന് പോയാൽ മതി, എല്ലാം നമ്മൾ കണ്ടു കണ്ടങ്ങ് പോയാൽ മതി അല്ലേ.
മീനൊക്കെ നോക്കി പറക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മളൊരു ചിന്താഗതിയായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല അല്ലേ? അതിന് ചോദിച്ചു ആർക്കും എന്നോട് ചോദിക്കാൻ ഇങ്ങനെ കണ്ടപ്പോ എന്റെ കണ്ണ് നേരെ പോയി എന്റെ തലയിലേക്കാണ്. കാരണം അത്ര കിട്ടുന്ന ഹെയർ സ്റ്റൈല് ഈ തലയിലേക്ക് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അല്ല കുഴപ്പമില്ല, അത് അങ്ങനെ ചെത്തി ചേന എത്തിയ പോലെ പറയൂല്ലേ? അല്ല കൊള്ളാത്. കാരണം ഇപ്പോഴത്തെ യുവതലമുറയിൽ നെറ്റി കയറുന്ന പിള്ളേർക്കൊക്കെ ഈഗോ അടിക്കാൻ സാധ്യതയുണ്ട് ആ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ചേട്ടൻ ആ ഒരു മേക്കപ്പില് ക്യാരക്ടറായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ണാടി നോക്കിയപ്പോ ഫസ്റ്റ് തോന്നിയ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അത് ഇട്ടൊക്കെ ചോദ്യമാണ് അല്ലേ? ഇതൊക്കെ ചോദ്യം ഇപ്പൊ ഏതാണ്ട് 100 ചാനലുണ്ടെന്നായിരിക്കും അല്ലേ? അല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള 10 ഇല്ലേ? ഇത്രയും മുമ്പ് ഞാൻ പറയാണ്, ഞാൻ ഇത് എന്നെ വെട്ടിപ്പറക്കി ഒരു മരത്തിൻ്റെ വെട്ടി കാരവാനൊന്നും കയറി മുടി വെട്ടിക്കയറിയാണ്. ഒക്കെ വാലിപ്പറക്കാനായിട്ട് വലിയ വേണം. ഞാൻ പുറത്തിരുന്ന വേണ്ടി ഞാൻ മുടിയൊക്കെ വെട്ടിയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എൻ്റെ അടുത്തൂടെ കടന്നു പോയത്. എനിക്ക് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഇതിലൂടെ കടന്നു പോയിട്ട് ഇവിടെ ഇടപ്പറ്റി മൂക്കും മുറിച്ച് വെച്ചിരുന്നത്. അപ്പം ഞാനിത് ആരാന്ന് വെച്ചാൽ ഞാൻ ചേച്ചപ്പോൾ പുള്ളി വന്നിട്ട് അറിയോ മുറിച്ചിട്ട് ഞെക്കി വെക്കിട്ടു. അപ്പോഴാണ് ഇദ്ദേഹമാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി ഇപ്പം ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇനി വരാൻ പോകുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ മുടി വെട്ടി ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു കാട്ടുണ്ട്. ഇനി നോക്കിയോ, ഇനി സ്ഥലങ്ങളിലും ചെറിയ ബാർബർ ഷോപ്പിൽ വരെ ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു നോട്ടീസ് വരും. ഇനി പിള്ളേരെ കുറച്ചാൾ മറ്റു പിള്ളേരെ അതെനിക്ക് പറയത്തില്ലേ? നല്ല കട്ടല്ലേ കുട്ടപ്പി? നല്ല കട്ടല്ല അതാണ് കട്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ കട്ടും വെട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഈ സിനിമ 14-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേനും അല്ല വിഷുവിന് സമ്മാനമായിട്ട് 15-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേനും നിങ്ങളും സഹായിക്കണം, എല്ലാവരും സഹായിച്ചത് ഇത് വിജയമാക്കി തന്നെ പടം കണ്ടിട്ട് നല്ലതിനെ നല്ലതാക്കി കണ്ടാൽ അതൊന്നും ചെയ്തേക്കാം. ഇനി ആർക്കെങ്കിലും എന്നോടുണ്ടോ ഈ വശം വിടാൻ കഴിയില്ല? പാടോ വാഴ സിനിമ കണ്ടില്ലെന്നേ. ഞാൻ കണ്ടില്ല. പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കിയതല്ലേ. അപ്പം പൊതുവായിട്ടുള്ള അഭിപ്രായമല്ല. മോഹിനിയാട്ടം എന്ന് പറയുന്ന പടം നല്ലതാണ്, വാഴ നല്ലതാണ്, എല്ലാ പടവും നന്നാണ്. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇതും വെച്ചുകൊണ്ട് ഇരിക്കണമെങ്കിൽ പടം നന്നാവട്ടെ. ഇത് നിന്നു പോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ഒന്നും ആരോഗ്യം പടമൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം, എല്ലാവർക്കും ജീവിക്കാം. അല്ലാതെ ഇത് തകർത്തിട്ട് ഒന്നും അല്ല, അത് ഒരു സ്റ്റോറി ഞാൻ ഏതോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു സംഭവത്തിന് ഇപ്പം പോയി കഴിഞ്ഞാൽ സമയമില്ല. അത് ഞാൻ ഒരു 10-18-20 വർഷത്തോളം ഞാനിങ്ങനെ സിനിമ തിയേറ്ററിൽ ചെന്നായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞാൻ സിനിമ കാണുകയാണ്, തിയേറ്ററിൽ ചെന്ന് കാണാത്ത കാര്യം പറഞ്ഞത്. തിയേറ്ററിൽ ചെന്ന് കാണും. അല്ലാതെ എൻ്റെ വീട്ടിൽ ടി വിയിൽ വരുമ്പോൾ എനിക്ക് പഴയ സിനിമകളോടാണ് താല്പര്യം. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പുതിയ സിനിമയൊന്നും കാണാറില്ല. അപ്പം വിമർശനം ഉണ്ടായി, ഇയാളൊക്കെ ചെന്ന് സിനിമയായി അവരൊന്നും കാണിയല്ല, ഞങ്ങളത് കാണാൻ നിൽക്കുക കഷ്ടപ്പെട്ടു. അതെല്ലാം പറയാം. അത് ആ വിദ്വേഷം ഉണ്ടാകുള്ളൂ. അത് ഒന്നാലോചിച്ചു. അതിൻ്റെ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠന് ഞാനും എൻ്റെ ഒരു പെങ്ങളൂട്ടിയും കൂടെ ഒക്കെ എല്ലാ സിനിമയും ഞായറാഴ്ച കാണും. എനിക്ക് ഞായറാഴ്ച ദിവസം എനിക്ക് ഫ്രീ ആയി സിനിമ കാണുന്നതിന് ഒരു തിയേറ്റർ ടിക്കറ്റ്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 14-15 ചായക്കടയായിരുന്നു. ആ ചായക്കടയുടെ ഫ്രണ്ടിൽ ഞാൻ ഒരു കമുവിൻ്റെ വാരിക്ക് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ച് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത്. എനിക്ക് ഒരു മഞ്ഞക്കാടുകളുണ്ട്, അങ്ങോട്ട് വൈകിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കും ഞായറാഴ്ച തുടങ്ങും. പിന്നെ ഇളയ പെങ്ങളെ ആണ് ചോദിക്കുന്നത്. ചോദിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോട്ടെ. എൻ്റെ വാപ്പാട് ചോദിക്കുമ്പോൾ വാപ്പ കുറച്ച് ആദ്യം പോകണ്ടെന്നൊക്കെ പറയും. ഇച്ചിരി പൈസ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പൈസയ്ക്ക് സിനിമയ്ക്ക് അവളുടെ ഒരു പോക്കിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പ് മരിച്ചു. 15 കൊല്ലം മുമ്പ് മരിച്ചു. അപ്പം അതിനെ കല്യാണമൊക്കെ കഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ആ കണക്ഷൻ പൊട്ടി. അത് മനസ്സിലായില്ലേ? പിന്നെ ജീവിതം അത്രപ്പാടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ജ്യേഷ്ഠൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് കുട്ടിയെ കെട്ടിച്ചു വിടും. അങ്ങനെയൊക്കെ ഒരു കുറേ കഥ പറയാനുണ്ട്. ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ ചെയ്ത പണത്തിനകത്ത് ഞാൻ കാണില്ലെന്ന് ഒരു അഹങ്കാരങ്ങളെ കൊണ്ടുണ്ട്. ഇവിടെ കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ കഥ പറയുമ്പോൾ ഒത്തിരി പറഞ്ഞു വരികയില്ലേ? അതുകൊണ്ടാട്ടോ ഞാൻ നേരത്തെ ഡിക്ലെയർ ചെയ്തായിരുന്നു. എല്ലാവരും
അല്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോട്?